വളരെ വ്യക്തമാണല്ലോ ശ്രീ ജേക്കബ് ജോർജ് ജിൻഡോ ജോണിന്റെ വാക്കുകൾ. അദ്ദേഹം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപടിയെടുക്കണം പാർട്ടിയിൽ വിമർശനം ഉന്നയിക്കുന്നവരെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് മനസ്സിലായല്ലോ. വി ഡി സതീശനെ തന്നെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം നടത്തിയവരിൽ വി ഡി സതീശനും ഉണ്ടായിരുന്നു. അന്ന് ഹരിത MLA എന്നൊക്കെയായിരുന്നു പേര്. അതെ 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 ഞാൻ ജേക്കബ് സാർ പറഞ്ഞ ശേഷം പറഞ്ഞോളാം. ഞാൻ കുറച്ചും കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ഇത് കണ്ടാൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് KSU. അവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ആ സമയം. ഈ പിള്ളേരൊക്കെ KSUവിൽ ചേരുന്നു, ചെറുപ്പക്കാർ കോളേജിൽ കലാലയത്തിലെ രാഷ്ട്രീയം 58 ഒക്കെയാണ് KSUവിൻ്റെ ആരംഭം. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കേരളത്തിൻ്റെ ചരിത്രത്തെ രാഷ്ട്രീയത്തെ ഒക്കെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്ത ഒട്ടേറെ നേതാക്കൾ AK ആൻ്റണി മുതൽ അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി മുതൽ ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ എത്ര പേരുകളാണ്. BC ചാക്കോ, വയലാർ രവിയാണ് പേരാണ് ആദ്യം പറയേണ്ടിയിരുന്നത്. വയലാർ രവി, അങ്ങനെ എത്രയോ പ്രമുഖരായ നേതാക്കൾ, കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിന്ന നേതാക്കൾ KSUവിലൂടെ കടന്നു വന്നാണ് കോൺഗ്രസ്സിലെത്തിയത്. അതുകൊണ്ട് KSU എന്ന സംഘടന, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ കരുത്ത്, അതിൻ്റെ ശക്തി കേരള രാഷ്ട്രീയത്തിൽ സാമാന്യനെ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു പങ്ക് വലുതാണ്, വളരെ വലുതാണ്, യാതൊരു സംശയമില്ല. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ KSUവിന് എപ്പോഴും ഞാനൊരു വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറേ അതിൻ്റെ ചരിത്രമൊക്കെ നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് SFI ജിയോള എന്ന കുട്ടിയാണ് SFI പ്രവർത്തകയായിരുന്നു. പക്ഷേ 2019 ലോയേഴ്സ് കോൺഗ്രസ് ആ വനിത വക്കീലായി, ലോയേഴ്സ് കോൺഗ്രസ്സിൽ ചേർന്നു, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. ആ കുട്ടി ആയ കാലം മുതൽ ലോയേഴ്സ് കോൺഗ്രസ്സിലെ അംഗമാണ്. നമ്മൾ കണ്ടാണല്ലോ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുധാകരൻ മുതൽ എത്രയോ CPMക്കാർ പാർട്ടി വിട്ടിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് MLA ആയി കേരള നിയമസഭയിൽ വന്നുകൊണ്ടിരിക്കുക. ഓർക്കണം, ഒരു പ്രശ്നവുമില്ല. പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്ന ഒരു കുട്ടി പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്തോ കാരണം കൊണ്ട് പാർട്ടി വിട്ടു, കോൺഗ്രസ് ആയി. അന്ന് മുതൽ ഒരു ആശങ്കയുണ്ട് സാർ അക്കാര്യത്തിൽ. കാരണം KSUക്കാർ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്, അവർക്ക് മുൻകാല ചരിത്രം അറിയാവുന്നതാണ്. തിരുവനന്തപുരം ലോ കോളേജിൻ്റെ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പരിശോധനയെങ്കിലും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു KSUക്കാർ പിന്നെ എന്തിനാണ് അവരാരോട് മറുപടി പറയും? അവരുടെ അണികളോട് എങ്ങനെ മറുപടി പറയും? അത് ശരിയാണ്. ഒപ്പം ഇതൊക്കെ KSUക്കാർ പറഞ്ഞു തന്ന വിഷയം തന്നെയാണ് കേട്ടോ. KSUക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിയോള എന്ന പേരുമൊക്കെ KSUക്കാർ പറഞ്ഞു തന്നത് തന്നെയാണ്. പിന്നെ ശരത്തിൻ്റെ കാര്യമുണ്ട്. ഒരു ശരത്തിൻ്റെ കാര്യമുണ്ട്, എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു മിതമായ തീരുമാനം, ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് അധികാരത്തിൽ. ഈ ഗവൺമെന്റ് ലീഡർ നിയമനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ PM നിയാസിനെ കാണാൻ അനുവദിക്കാത്ത അദ്ദേഹത്തിന് മുഖം കൊടുത്തില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്, അദ്ദേഹം അഭ്യർത്ഥിച്ചതാണ് നിയമസഭയിൽ വെച്ചൊന്ന് കാണണമെന്ന്, സമ്മതിച്ചില്ല. ഇല്ല, അത്തരം കാര്യങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ, ഈ സംഘർഷമുണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു മേശപ്പുറത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ അലോഷ്യസിനെ അദ്ദേഹം വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യം കണ്ടിരുന്നല്ലോ, മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് എന്താ വിഷയം എന്താ, പ്രശ്നമില്ല, നമുക്ക് പിന്നെ കാണാം കേട്ടോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നാമത് ആ വിഷ്വല് തന്നെ കേരളത്തിലൊരു വലിയ സന്ദേശമായിട്ട് മാറിയേനെ. അതൊക്കെ നേതാവ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ കാറാണ്, ഒന്നാമൻ ഇനി ആരെ പേടിക്കാനാ? ഒന്നാമനാണ്. ആ ഒന്നാമനായിട്ടിരുന്നാൽ എല്ലാവരോടും സംസാരിക്കാൻ
ഒരു വലിയ ഇത് സാധ്യത തെളിയുകയാണ്. ആ സാധ്യത വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരോട് മേശപ്പുറത്തിരുന്ന് വർത്താനം പറയുകയാണ് അദ്ദേഹം. ഹിന്ദു ഐക്യവേദി നേതാക്കളോട് കേരളത്തിലെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുന്ന് വർത്താനം പറഞ്ഞു അവരോടൊക്കെ. അതുകൊണ്ട് കേരള സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് സമീപിക്കുന്നവരോട് സംസാരിക്കണം. അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ വരും. തന്നെയല്ല KSU, ഞാനൊരൊറ്റ KSU അല്ലെങ്കിൽ SFI വിദ്യാർത്ഥി സംഘടനകൾ, ഈ രണ്ട് വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിലെ രണ്ട് മുഖ്യധാരാ പാർട്ടികളുടെ അടിസ്ഥാന കേഡർ എന്ന് തന്നെ പറയാവുന്നത്. ഇതിനൊക്കെ ബലഹീനത വന്നാൽ കേരളത്തിൽ പാർട്ടി ദുർബലമാവും. ശരി, അത് എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ കരുതാനും പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ, ഉദാഹരണം അദ്ദേഹം വളർന്നു വന്നത് ഏതിലൂടെയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കണമായിരുന്നു. അപ്പോൾ ശരിയാണ്, ഇപ്പോൾ KSUക്കാർ പറഞ്ഞിട്ട് GP-മാരെ നിയമിക്കാൻ പറ്റുകയില്ല, അത് അദ്ദേഹം പറയുന്നത് ശരിയാണ്. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിൽ ഒരു മിതത്വം പാലിക്കണമായിരുന്നുവല്ലോ. ശരി, ശ്രീ പണിക്കർ, താങ്കളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? വി.ഡി. സതീശൻ ഇവിടെ മനഃപൂർവ്വം പാർട്ടിക്കാരെ തഴയുന്നുണ്ടോ? എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ ഒരാളുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല എന്ന ഇമേജ് സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? അതോ ഇത് KC പക്ഷവും സതീശൻ പക്ഷവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി കഴിഞ്ഞു? ശ്രീ മഞ്ജുഷ്, ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ചതിന് ശേഷമാണ്. ആ സമയത്ത് തുടങ്ങിയ പ്രശ്നമാണ്. അത് മുഖ്യമന്ത്രി ആരാകും എന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെ ചേരിതിരിഞ്ഞ് ഏതൊക്കെ പക്ഷത്ത് നിന്നോ അവരെല്ലാവരും ഇപ്പോഴും ഒരു സർക്കാർ ഉണ്ടാക്കി, ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഇപ്പോഴും അതാത് പക്ഷത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണിത്. അതല്ലാതെ ഇത്ര ചെറിയ പ്രശ്നങ്ങൾ, ചെറുത് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഇതിൽ എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളില്ല, ഇനി നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. അപ്പോൾ വളരെ ഈഗോയുടെ അടിസ്ഥാനത്തിൽ ഒരു പോഷക സംഘടനയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നിയമനം നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ എതിരഭിപ്രായം, അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ അവർക്ക് പാർട്ടിയിൽ ഇന്റേണലായിട്ട് പറയാനുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനെ മറികടന്ന് പരസ്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇനി അതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് ചേട്ടന്മാർ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആൾക്കാർ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് സമയം ചോദിക്കുന്നത് എന്താണ്? ഇവരുടെയൊക്കെ ഏത് പക്ഷത്താണ് ഇവർ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിരിക്കുന്ന പ്രശ്നമല്ല. ഇത് കേരളത്തിൽ കോൺഗ്രസിൽ നിലവിലുള്ള രണ്ട് പ്രബല ക്യാമ്പുകളുടെ ചേരിപ്പോരാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ KC പക്ഷത്ത് നിന്നിരുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ സതീശൻ പക്ഷത്ത് നിന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽ കാർഡുകൾ ഇറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു നേതാവ് അഭിപ്രായം പറയുന്നു, അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് മറ്റൊരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.